മുസ്ലിം രാജവംശത്തിൻ്റെ അല്ലെങ്കിൽ അറേബ്യൻ രാജവംശത്തിൻ്റെ ചരിത്രം പൂർണ്ണമായി വിവരിക്കുന്ന വീഡിയോ സീരീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പരിശോധിക്കാവുന്നതാണ്. ഫിറാസ് എന്ന സ്ട്രാറ്റജിക്കലി വളരെ പ്രാധാന്യമർഹിക്കുന്ന പട്ടണം മുസ്ലിംസിൻ്റെ പടത്തലവനായ ഖാലിദ് കീഴടക്കിയിരിക്കുകയാണ്. വർഷം 633 AD അല്ലെങ്കിൽ 633 CE. അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് സ്തെസിഫോൺ ആണ്. സസാനിഡ് അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് സ്തെസിഫോൺ. സ്തെസിഫോൺ കൂടി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പേർഷ്യൻ സാമ്രാജ്യം പിന്നീട് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി മാറുന്നതാണ്, അതിൻ്റെ ഒരു ഭാഗമായി മാറുന്നതാണ്. ഫിറാസ് എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു അതിർത്തി പ്രദേശമാണ്. അറേബ്യയുമായിട്ട് അതിർത്തി ഇപ്പോൾ പങ്കിടുന്നുണ്ട്. അതിനു പുറമെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിലെ തന്നെ ഒരു ഭാഗമായിരുന്നു അത്. ഈ ഭാഗം റോമൻ സാമ്രാജ്യത്തിൻ്റെയും അതിർത്തിയാണ്. അത്തരത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമാണ്. ഖാലിദ് അല്പ ദിവസം ഇവിടെ വിശ്രമിച്ചതിന് ശേഷം സ്തെസിഫോണിലേക്ക് യാത്ര പുറപ്പെടാമെന്ന് തീരുമാനിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്ദേശം ലഭ്യമാവുകയുണ്ടായി. അങ്ങ് മെദീനയിൽ നിന്നും പുറപ്പെട്ടു വന്ന ഒരു സന്ദേശമായിരുന്നു അത്. അവരുടെ ഖലീഫയായ അബൂബക്കർ അയച്ചു തന്ന സന്ദേശം. സ്തെസിഫോണിലേക്ക് പോവുക, പേർഷ്യ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എന്നാൽ അതിന് മുതിരേണ്ട, അതിനു മുൻപ് നമുക്ക് റോമൻ പട്ടണങ്ങൾ കീഴ്പ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്ന് അബൂബക്കർ വ്യക്തമായിട്ട് മെസ്സേജിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അബൂബക്കറിൻ്റെ ആ നിർദ്ദേശം ഖാലിദിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം പേർഷ്യൻ സാമ്രാജ്യം തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് സാക്ഷാൽ അബൂബക്കറാണ്, അവരുടെ സ്വന്തം ഖലീഫയാണ്. ഖലീഫയുടെ ഉത്തരവ് അക്ഷരം പ്രതി പാലിക്കേണ്ടത് ഖാലിദിൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടപ്പിലാക്കുകയാണ്. ഇത്തവണ കീഴ്പ്പെടുത്താൻ പോകുന്നത് മറ്റൊരു സസാനിയൻ നഗരമല്ല, അവരുടെ തലസ്ഥാന നഗരവുമല്ല, മറിച്ച് ബൈസേൻ്റെൻ നഗരമാണ്, അല്ലെങ്കിൽ റോമൻ നഗരമാണ്. പക്ഷേ ഏത് നഗരത്തെയാണ് ആദ്യം കീഴ്പ്പെടുത്തുക? അബൂബക്കർ കൃത്യമായിട്ടൊരു സന്ദേശം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, സിറിയ ആദ്യം കീഴ്പ്പെടുത്തുക എന്നത്. ആ കാലഘട്ടത്തിലെ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ ബൈസേൻ്റെൻ സാമ്രാജ്യം പ്രധാനമായിട്ടും 3 രാജ്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. ഇന്നത്തെ 3 രാജ്യങ്ങൾ കൂടിച്ചേരുന്നതാണ്. അതിൻ്റെ ഉത്തര കിഴക്ക് ഭാഗത്തായിട്ട് തുർക്കി വരുന്നതാണ്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അതിനോട് ചേർന്ന് തന്നെ സിറിയ വരുന്നതാണ്. അതിൻ്റെയും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഈജിപ്റ്റ് ഉള്ളതാണ്. ഇത്രയും വരുന്ന ഒരു വലിയ പ്രദേശമാണ്. റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം തുർക്കിയിലാണ്, ഇന്നത്തെ തുർക്കിയിലാണ്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആ പ്രദേശത്തെ ഈജിപ്റ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു പ്രദേശമാണ് സിറിയ. സിറിയ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അത് റോമാക്കാർക്ക് കടുത്ത ഒരു തിരിച്ചടി തന്നെയായി മാറുന്നതാണ്. അവരുടെ ഈജിപ്റ്റ് അവർ ഒരു യുദ്ധവും ചെയ്യാതെ തന്നെ അവർക്ക് നഷ്ടമാകുന്നതാണ്. ആ പ്രദേശം കീഴ്പ്പെടുത്താനായി ഖാലിദ് യാത്ര പുറപ്പെടുകയാണ്. നേരിട്ട് സിറിയയിലേക്ക് പോകാതെ ഒരു വളഞ്ഞ വഴിയിലൂടെ അവിടെ എത്തിച്ചേരാനാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഖാലിദിൻ്റെ പൊതുവേ ഉള്ള ഒരു സ്ട്രാറ്റജിയാണിത്. ശത്രു രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന, യുദ്ധം പ്രതീക്ഷിക്കുന്ന ഒരു പ്രദേശം കാണും, അവിടെ ആയിരിക്കും പ്രധാനപ്പെട്ട സൈന്യമൊക്കെ ഉണ്ടായിരിക്കുക. അതിൻ്റെ തൊട്ടരികിലായിരിക്കും ശത്രു രാജ്യമായിട്ടുള്ള മുസ്ലിംസിൻ്റെ പടയുള്ളത്. അപ്പോൾ നേരിട്ട് ആ അടുത്തുള്ള സ്ഥലത്തെ ആക്രമിക്കാതെ അല്പം വളഞ്ഞ് മറ്റൊരു പ്രദേശത്ത് പോയി ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ സൈന്യത്തെ കീഴ്പ്പെടുത്തുക എന്നത് ഖാലിദിൻ്റെ ഒരു ട്രിക്ക് തന്നെയാണ്. ആ ട്രിക്ക് ഇവിടെ നടപ്പിലാക്കാൻ അദ്ദേഹം മുതിരുകയാണ്. പക്ഷേ ഈ വളഞ്ഞ വഴി, അത് ശരിക്കും വളഞ്ഞ വഴി തന്നെയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്യണം. അതിനു പുറമെ ആ യാത്ര ചെയ്യുന്ന പ്രദേശമൊക്കെ തന്നെയും ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ്. അതുവഴി ഒരു രീതിയിലുള്ള ജലത്തിൻ്റെയും സാന്നിധ്യം ഇല്ല, ഒരു പുഴയും ഒഴുകുന്നില്ല. തീർത്തും ഒന്നും തന്നെ ഇല്ലാതെ കിടക്കുന്ന ഒരു മരുഭൂ പ്രദേശം തന്നെയാണ്. ഈ പ്രദേശങ്ങളൊക്കെ തന്നെയും മരുഭൂ പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പോൾ ഖാലിദ് കടന്നു പോകാൻ പോകുന്നത് അക്ഷരം പ്രതി മരുഭൂ പ്രദേശം തന്നെയാണ്. അവിടെ ജലത്തിൻ്റെ ഒരു അംശം പോലും അവർക്ക് ലഭ്യമാവുകയില്ല. ആ മരുഭൂ പ്രദേശത്തിലൂടെ 5 ദിവസം യാത്ര ചെയ്താൽ മാത്രമേ അവർക്ക് സുവ പട്ടണത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. സിറിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ്. അതാണ് അവരുടെ ആദ്യത്തെ ലക്ഷ്യം. ഖാലിദ് അതിനുവേണ്ടി 20 ഒട്ടകങ്ങളെ ബലി കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ആ 20 ഒട്ടകങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജലവും ഭക്ഷണവും ഒക്കെ കൊടുക്കുകയാണ്. പിന്നീട് അവർ യാത്ര പുറപ്പെടുകയാണ്.
അത്യാവശ്യം ജലവും ഭക്ഷണവും ഒക്കെ അവർ കയ്യിൽ കരുതിയിട്ടുണ്ട്. അവരുടെ സപ്ലൈ ചെയിനിന് ഈ മരുഭൂ പ്രദേശത്തിലൂടെ യാത്ര ചെയ്ത് സുവ നഗരം വരെ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ആയി അവർ യാത്ര പുറപ്പെട്ടു. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണമൊക്കെ തന്നെയും തീർന്നിട്ടുണ്ടായിരുന്നു, ജലം തീർന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ ഖാലിദ് മുൻകൂട്ടി തീരുമാനിച്ചതുപോലെ ആ 20 ഒട്ടകങ്ങൾ ഓരോന്നിനെയായി കൊല്ലാൻ തുടങ്ങി, അതിനെ ഭക്ഷിക്കാൻ തുടങ്ങി, അതിൻ്റെ രക്തം കുടിക്കാൻ തുടങ്ങി. അങ്ങനെ 5 ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് സുവ പട്ടണത്തിൽ എത്തിച്ചേരാൻ സാധ്യമായി. അപ്പോഴേക്കും ആ 20 ഒട്ടകങ്ങളും മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവിടേക്ക് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് 9,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യമാണ്. 9,000 സൈന്യത്തെയും തീറ്റിപ്പോറ്റണം. അതിന് ഈ 20 ഒട്ടകങ്ങൾ തന്നെ അത്യാവശ്യമായിരുന്നു. സുവ പട്ടണത്തിലുള്ള പടയാളികൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഖാലിദിൻ്റെ ഈ വരവ്. അവർ വലിയ ആഘോഷങ്ങളിലായിരുന്നു. കാരണം അതൊരു ഈസ്റ്റർ ദിനമായിരുന്നു. ഈ കാലഘട്ടത്തിൽ റോം ഭരിക്കുന്നത് ക്രിസ്ത്യൻസാണ്. അവിടെയുള്ള മെജോറിറ്റിയും ക്രിസ്ത്യാനികൾ തന്നെയാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായി സംഭവിക്കുന്ന ക്രിസ്ത്യാനികളും മുസ്ലിംസും തമ്മിലുള്ള ഒരു വലിയ യുദ്ധമാണ്. റോമാക്കാരും അറബികളും തമ്മിൽ നടത്തുന്ന ഒരു വലിയ യുദ്ധമാണ്. ആദ്യഘട്ടത്തിലെ യുദ്ധത്തിൽ വിജയം അറബികൾക്ക് സ്വന്തമായിരുന്നു. അവരുടെ പക്കൽ വലിയൊരു പടയുണ്ടായിരുന്നു. അപ്രത്യക്ഷമായിട്ടുള്ള ഒരു യുദ്ധമായതുകൊണ്ട് തന്നെ സുവ നഗരത്തിലുണ്ടായിരുന്ന പടയാളികൾക്ക് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമായില്ല. അവർ നിഷ്കരുണം കൊല ചെയ്യപ്പെടുകയായിരുന്നു. സുവ പട്ടണം അങ്ങനെ കീഴടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഒട്ടും സമയം കളയാതെ ഖാലിദ് അവിടെ നിന്നും തെക്ക് ദിശയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അവിടെ മറ്റൊരു സിറിയൻ പട്ടണമുണ്ട്, അല്ലെങ്കിൽ ഒരു റോമൻ പട്ടണമുണ്ട്. ബോസ്ര എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. 634 AD അല്ലെങ്കിൽ 634 CE ജൂലൈ മാസത്തിൽ ആ സൈന്യം ബോസ്രയിൽ എത്തിച്ചേർന്നു. അവിടെ തീർത്തും ദുർബലമായിട്ടുള്ള ഒരു സൈന്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനായാസമായിട്ട് അവരെ കീഴ്പ്പെടുത്താൻ ഖാലിദിന് സാധിക്കുന്നുണ്ട്. ഈ വിവരങ്ങളൊക്കെ തന്നെയും കൃത്യമായിട്ട് സ്കൗട്ടുകളുടെ സഹായത്താൽ ഹിറാക്ലിയസ് എന്ന റോമൻ ചക്രവർത്തി അറിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ എമീസ എന്ന പട്ടണത്തിലാണ് ഉള്ളത്. ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള തിയോഡറിന് ഒരു ഉത്തരവ് കൊടുത്തു. എത്രയും പെട്ടെന്ന് നീ ഒരു വലിയ സൈന്യവുമായിട്ട് അജ്നാഡെയിനിലേക്ക് യാത്ര പുറപ്പെടുക, ഒപ്പം അർമേനിയൻ ജനറലായ വർദാനെയും കൂട്ടുക. അങ്ങനെ അവർ രണ്ടുപേരും 10,000-ഓളം വരുന്ന റോമൻ പടയാളികളുമായിട്ട് അജ്നാഡൈനിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. ജെറുസലേമിൽ നിന്നും ഏതാണ്ട് 50 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. സ്കൗട്ടുകളുടെ സഹായത്താൽ മുസ്ലിങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഈ പ്രദേശമാണെന്ന് ചക്രവർത്തി മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് കൃത്യമായിട്ട് അജ്നാഡൈനിലേക്ക് തന്നെ യാത്ര പുറപ്പെടാൻ അവരെ അറിയിക്കുന്നത്. അങ്ങനെ 10,000-ഓളം വരുന്ന റോമൻ പടയാളികൾ അജ്നാഡൈനിൽ തമ്പടിച്ചിരിക്കുകയാണ്. അവിടേക്ക് എത്തിച്ചേരുന്നത് 2 സൈനികരാണ്. 9,000-ഓളം വരുന്ന ഖാലിദിൻ്റെ കീഴിലുള്ള സൈന്യം, അതിനു പുറമെ അബൂബക്കർ അവർക്ക് അയച്ചു നൽകിയിരിക്കുന്ന 6,000-ഓളം വരുന്ന പുതിയൊരു സൈന്യം. ഈ 2 സൈന്യവും അജ്നാഡൈനിൽ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഒന്നിക്കുന്നുണ്ട്. അങ്ങനെ അവർ 15,000-ഓളം വരുന്ന ഒരു വലിയ സൈന്യമായിട്ട് മാറുകയാണ്. ഒരു യുദ്ധം അവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ യുദ്ധം അറിയപ്പെടുന്നത് ബാറ്റിൽ ഓഫ് അജ്നാഡൈൻ എന്ന പേരിലാണ്. മുസ്ലിം അക്കൗണ്ട്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ യുദ്ധത്തിൽ 10,000 റോമാക്കാർ മാത്രമായിരുന്നില്ല പങ്കെടുത്തത്. അതൊരു വലിയ സൈന്യമായിരുന്നു. മുസ്ലിംസിൻ്റെ 2 ഇരട്ടിയിലും അധികം ഉണ്ടായിരുന്ന സൈന്യമായിരുന്നു എന്നാണ്. പക്ഷേ റോമാക്കാരുടെ അക്കൗണ്ട്സിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് 10,000 മാത്രം വരുന്ന ഒരു സൈന്യം മാത്രമാണ് ഈ ഘട്ടത്തിൽ മുസ്ലിംസുമായിട്ട് ഏറ്റുമുട്ടുന്നത്. 10,000-ഓളം വരുന്ന റോമൻ പടയാളികൾ, 15,000-ഓളം വരുന്ന മുസ്ലിം പടയാളികൾ, അവർ രണ്ടുപേരും അജ്നാഡൈനിൽ വെച്ച് കൂട്ടിമുട്ടുകയാണ്. റോമാക്കാരും മുസ്ലിംസും ഒരേ സ്ട്രാറ്റജിയിൽ തന്നെയാണ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത്. 3 അവരവരുടെ സൈന്യത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെൻട്രൽ ഏരിയ വരുന്നുണ്ട്, അതിൻ്റെ 2 വശങ്ങളിലായിട്ട് വിങ്സ് ഉണ്ട്. എന്നാൽ ഖാലിദിൻ്റെ സൈന്യത്തിന് ഒരു റിസർവ് സൈന്യം കൂടി ഉണ്ടായിരുന്നു. ഖാലിദിൻ്റെ എല്ലാ യുദ്ധത്തിലും നമുക്ക് അത്തരത്തിലുള്ള റിസർവ്സ് കാണാൻ സാധിക്കുന്നതാണ്. ഈ റിസർവിനെ ശത്രുക്കളിൽ നിന്നും മറച്ചായിരിക്കും വെക്കുക. അതുകൊണ്ട് തന്നെ ഈ റിസർവായിട്ട് വരുന്ന കാവലറി അല്ലെങ്കിൽ കുതിരപ്പട മെയിനായിട്ടുള്ള പടയിൽ നിന്നും കുറേയധികം അകലെയായിട്ടാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അവരോടൊപ്പം തന്നെയാണ് ഖാലിദും നിൽക്കുന്നത്. മുന്നിൽ നിൽക്കുന്ന പ്രധാന പടയെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. സെൻട്രലിൽ ഒരു പടയുണ്ട്, 2 വിങ്സിലായിട്ട് പ്രത്യേകം പടകളുണ്ട്. ഇതിനിടയിൽ വേറെയും ഡിവിഷൻസ് ഉണ്ട്. ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് അമ്പ് ചെയ്യുന്ന പട്ടാളക്കാരാണ്.
അതിൻ്റെ പിന്നിലായിട്ട് നിൽക്കുന്നത് കുന്തമേന്തിയിട്ടുള്ള പട്ടാളക്കാരാണ്. ഏറ്റവും പിന്നിലായിട്ടാണ് കാവലറി അല്ലെങ്കിൽ കുതിരപ്പട നിലനിൽക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് റോമൻ പടയാളികളും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇത് പൊതുവെയുള്ള ഒരു സ്ട്രാറ്റജിയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് റോമാക്കാരുടെ ഭാഗത്തു നിന്നും നെഗോഷിയേഷന് ഒരു ബിഷപ്പ് മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹം വന്ന് ഖാലിദിനെ നേരിട്ട് കാണുന്നുണ്ട്. ഈ യുദ്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പിന്മാറണം, നമുക്ക് സമാധാനപരമായിട്ട് യുദ്ധം ചെയ്യാതെ പിരിയാമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഖാലിദ് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അദ്ദേഹം 3 ചോയ്സ് ബിഷപ്പിന് കൊടുക്കുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങളെല്ലാവരും മതം മാറുക, ഇസ്ലാം മതം സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തന്നെ നിലയുറപ്പിച്ച് നിൽക്കുക, പക്ഷേ ജസിയ എന്ന പേരിൽ ടാക്സ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. മൂന്നാമത്തെ ചോയ്സ് എന്ന് പറയുന്നത് ഈ യുദ്ധത്തിൽ പടവെട്ടുക, ഞങ്ങളുടെ വാളിന് ഇരയായി മാറി മരണമടയുക. ബിഷപ്പ് മടങ്ങിപ്പോയി. അത് 3ഉം അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവിടെ ആരംഭിക്കുകയാണ്. ആദ്യം യുദ്ധത്തിൽ ഏർപ്പെടുന്നത് മുന്നിൽ നിൽക്കുന്ന അമ്പെയ്ത്തുകാരാണ്. മുസ്ലിംസിൻ്റെ അമ്പെയ്ത്തുകാരേക്കാൾ കുറച്ചുകൂടെ മിടുക്കരായിട്ടുള്ള അമ്പെയ്ത്തുകാരാണ് റോമാക്കാർക്കുള്ളത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലഭ്യമാകുന്നത് റോമാക്കാർക്കാണ്. റോമാക്കാർക്ക് കനത്ത നാശനഷ്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമാകുന്നുണ്ട്. ഖാലിദിൻ്റെ സൈന്യം ആദ്യമായി തോൽക്കാൻ പോവുകയാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് തുടക്കത്തിൽ ലഭ്യമാവുക. പക്ഷേ ധീരനായ ദിരാർ എന്ന മുസ്ലിം കമാൻഡർ, അദ്ദേഹം അതിനൊരു മാറ്റം കുറിക്കുകയാണ്. അദ്ദേഹം ധീരനായിട്ട് തന്നെ നേരിട്ട് ആക്രമിക്കാൻ മുതിരുകയാണ്. അമ്പെയ്ത്തുകാർ അമ്പ് എയ്യുന്നത് കാരണം സാധാരണഗതിയിൽ മുന്നിലേക്ക് പോയി യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതല്ല. മുസ്ലിംസിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആർച്ചിലറി അല്ല, അല്ലെങ്കിൽ അമ്പെയ്ത്തുകാരല്ല, മറിച്ച് നേരിട്ടുള്ള കോമ്പാക്റ്റാണ്. ആ കോമ്പാക്റ്റ് ഇപ്പോൾ തുടങ്ങണം, അല്ലെങ്കിൽ എല്ലാം വൈകിപ്പോകുന്നതാണ്. അത് ധീരാറിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ധീരനായിട്ട് മുന്നിലേക്ക് ഓടിപ്പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിലായിട്ട് മറ്റ് കുന്തമേന്തിയ പട്ടാളക്കാരും പിന്തുടരുന്നുണ്ട്. ഇവരുടെ പക്കൽ റോമാക്കാരുടെ ഷീൽഡുകൾ ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് സുവാ നഗരത്തിലും ബോസ്ര നഗരത്തിലും നടന്ന യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ആ യുദ്ധത്തിൽ ഇവർക്ക് ലഭ്യമായിട്ടുള്ള ചില ഷീൽഡുകളാണ്. ആ ഷീൽഡുകൾ ഏന്തിയിട്ടാണ് ഇവർ മുന്നിലേക്ക് ഓടുന്നത്. അല്ലെങ്കിൽ എതിർഭാഗത്തു നിന്ന് വരുന്ന അമ്പുകളേറ്റ് ഇവരൊക്കെ തന്നെ മരണമടയുന്നതാണ്. എന്തായാലും ധിരാറിൻ്റെ ആ ധീരമായിട്ടുള്ള പ്രവൃത്തി ഫലം കണ്ടു. നേരിട്ടുള്ള കോമ്പാക്റ്റ് ആരംഭിക്കുകയാണ്. ആർച്ചിലറിക്ക് വലിയ പ്രാധാന്യമില്ലാതെയായി മാറി. അതോടുകൂടി രണ്ട് കൂട്ടർക്കും ഒരേ തരത്തിലുള്ള മേൽക്കോയ്മയാണ് ഇവിടെ ലഭ്യമാകുന്നത്. രണ്ട് കൂട്ടരും ഒരേപോലെ തന്നെ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. സമയം അങ്ങനെ കടന്നുപോയി. വൈകുന്നേരമായി. നേരം ഇരുട്ടായപ്പോൾ ആ ദിവസത്തെ യുദ്ധം അവസാനിക്കുകയാണ്. രണ്ട് കൂട്ടരും അവരുടെ വിശ്രമ സ്ഥലങ്ങളിലേക്ക് മടങ്ങി പോവുകയാണ്. അടുത്ത ദിവസം രാവിലെയാണ് അവർ യുദ്ധത്തിനായി തയ്യാറെടുത്തു വരുന്നത്. യുദ്ധം നടക്കുന്നതിന് മുൻപ് ഒരു നെഗോഷിയേഷനുമായിട്ട് വർദാൻ എന്ന അവരുടെ കമാൻഡർ അല്ലെങ്കിൽ ജനറൽ മുന്നിലേക്ക് വരികയാണ്. കമാൻഡർ നേരിട്ട് വന്ന് ഖാലിദിനെയാണ് കാണുന്നത്. ഖാലിദിൻ്റെ ഒപ്പം തന്നെ ദിരാറും ഉണ്ടായിരുന്നു. ഒരു ട്രിക്ക് പ്രയോഗിക്കാൻ വേണ്ടിയാണ് വർദാൻ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഖാലിദിനെ പണം കൊടുത്ത്, റിവാർഡുകൾ കൊടുത്ത് സ്വാധീനിക്കുക, അതായിരുന്നു വർദാൻ്റെ ലക്ഷ്യം. അദ്ദേഹം അത് തുറന്ന് പറയുകയും ഉണ്ടായി. അതിന് മറുപടി പറഞ്ഞത് ദിരാറിൻ്റെ വാളായിരുന്നു. ആ വാൾ ഉപയോഗിച്ച് വർദാൻ്റെ കഴുത്തറുത്ത് കൊല്ലുകയാണ് ദിരാർ. ശേഷം നടന്നത് യുദ്ധമാണ്. കഴിഞ്ഞ ദിവസത്തെ ബാക്കിയായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൻ്റെ തുടക്കവും കഴിഞ്ഞ ദിവസത്തിൻ്റെ യുദ്ധത്തിൻ്റെ ഒടുക്കവും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. രണ്ട് കൂട്ടരും ഒരുപോലെ തന്നെ പട നയിച്ചു കൊണ്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടർക്കും ഒരുപോലെ മുൻതൂക്കമുണ്ട്. ആരും പിന്നിലല്ല. പക്ഷേ അവിടെയാണ് ഖാലിദ് തൻ്റെ ബുദ്ധി സാമർഥ്യം വീണ്ടും ആവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം റിസർവിൽ വെച്ച കാവലറി ഇപ്പോഴും റിസർവിൽ തന്നെയാണ്. യുദ്ധത്തിൽ കൃത്യമായിട്ട് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഏത് ഭാഗത്ത് ഇപ്പോൾ ആക്രമിച്ചാൽ അവരെ കീഴ്പ്പെടുത്താൻ സാധ്യമാകും. സൂക്ഷിച്ചു നോക്കിയപ്പോൾ മധ്യഭാഗത്ത് ഒരു ചെറിയ വിടവുണ്ട്. അവിടെ തൻ്റെ സൈന്യത്തിന് അല്പം മേൽക്കോയ്മയുണ്ട്. അവിടേക്ക് തൻ്റെ കുതിരപ്പടയുമായിട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അനായാസം തന്നെ ആ പ്രദേശത്തുള്ള പട്ടാളക്കാരെ കൊല്ലാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം രണ്ട് വശങ്ങളിലേക്കും തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള സൈനികരെ പൂർണ്ണമായിട്ടും തുരത്താൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന് ചിന്തിക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് വേണ്ടി വന്നത്. അടുത്ത നിമിഷങ്ങളിൽ അദ്ദേഹം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ്. വേഗത കൊണ്ട് പേര് കേട്ടിട്ടുള്ള ഒരു കമാൻഡർ കൂടിയാണ് ഖാലിദ്. പെട്ടെന്നാണ് അദ്ദേഹം തീരുമാനങ്ങൾ എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കുകയും ചെയ്യും.
അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയും ഉപയോഗിച്ചുകൊണ്ട് മധ്യഭാഗത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള ഓരോ റോമൻ പടയാളിയെയും വേട്ടയാടി കൊല്ലുകയാണ്. മധ്യഭാഗത്ത് ഉള്ള പടയാളികളെ തുടച്ചു നീക്കിയതിന് ശേഷം അദ്ദേഹം വശങ്ങളിലേക്ക് പോയി. പൂർണ്ണമായിട്ടും റോമക്കാരെ കൊല്ലാൻ അദ്ദേഹത്തിന് സാധ്യമായില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് സാധ്യമായില്ല. കുറേ പേരൊക്കെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിൽ തിയോഡറും ഉണ്ടായിരുന്നു. അതായത് റോമൻ ചക്രവർത്തിയുടെ സഹോദരനും കുറച്ച് പടയാളികളും ഉണ്ടായിരുന്നു. തിയോഡറിനെ ചക്രവർത്തിയായ ഹിറാക്ലേഷ്യസ് അയക്കുന്നത് അവരുടെ തലസ്ഥാന നഗരമായ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കാണ്. അത് കുറേ കൂടെ ഉത്തരഭാഗത്തായിട്ടാണ്, ഉത്തര കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിംസ് പെട്ടെന്ന് പട പൊരുതി അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതിനു പുറമെ അതിന് വലിയ കോട്ട മതിലുകളുണ്ട്. ആ കോട്ട മതിലുകൾ കീഴ്പ്പെടുത്തുകയും വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് തിയോഡറിനെ അവിടേക്ക് അയക്കുന്നത്. പക്ഷേ അവിടെ എത്തിച്ചേർന്ന തിയോഡറിന് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജനസാന്ദ്രതയാണ് കാണാൻ സാധ്യമായത്. അപ്പോഴേക്കും റോമൻ പട്ടണങ്ങളിലൊക്കെ തന്നെയും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൻ്റെ തീവ്രത എത്തിയിട്ടുണ്ടായിരുന്നു. ആളുകൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഭയന്ന് പലരും ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിലാണ് അഭയം തേടി എത്തിയിരിക്കുന്നത്. ചക്രവർത്തിയായിട്ടുള്ള ഹിറാക്ലേഷ്യസും അദ്ദേഹം നിന്നിരുന്ന എമിസ് എന്ന നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ട് ആൻറ്റിയോക്ക് എന്ന കുറേ കൂടെ ഉത്തരഭാഗത്തുള്ള ഒരു പ്രദേശത്തേക്ക് മാറുകയാണ്. കാരണം എമിസും സുരക്ഷിതമല്ല എന്ന് അദ്ദേഹത്തിന് വ്യക്തമായിരുന്നു. അജ്നഡൈനിലെ യുദ്ധവിജയത്തിന് ശേഷം ഒരാഴ്ച ഖാലിദിൻ്റെ സൈന്യം അവിടെ തന്നെ തമ്പടിക്കുകയാണ്, വിശ്രമിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പട്ടണം കേന്ദ്രീകരിച്ച് അവർ യുദ്ധം ആരംഭിക്കുന്നത്. അടുത്തതായി അവരുടെ ലക്ഷ്യസ്ഥാനം ഡമാക്കസ് ആണ്. ഡമാക്കസ് ഇന്നും സിറിയയുടെ തലസ്ഥാനമാണ്. ആ കാലഘട്ടത്തിലും സിറിയയുടെ സുപ്രധാനമായിട്ടുള്ള ഒരു ഭൂഭാഗമായിരുന്നു. ആ ഡമാക്കസ് കൂടി കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ഈജിപ്തിനെയും അതുപോലെ ഉത്തരഭാഗത്തുള്ള കോൺസ്റ്റാന്റിനോപ്പിളിനെ അല്ലെങ്കിൽ തുർക്കിയെയും ഒറ്റപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇതിനിടയിൽ വലിയൊരു വിള്ളൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ഡമാക്കസ് കേന്ദ്രീകരിച്ച് ഖാലിദിൻ്റെ സൈന്യം സഞ്ചരിക്കുകയാണ്. ഇങ്ങനെ സഞ്ചരിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ നിന്നും ചെറിയ വിഭാഗങ്ങൾ പല ദിശയിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നുണ്ട്. കാരണം പോകുന്ന വശങ്ങളിലൊക്കെ തന്നെയും വലിയ ആയുധപ്പുരകളുണ്ട് റോമാക്കാരുടെ. ആ ആയുധപ്പുരകളൊക്കെ നശിപ്പിക്കാനും അവിടെ നിന്ന് ആയുധങ്ങൾ കവർന്നെടുക്കാനും അവിടെയുള്ള പടയാളികളെ കൊല്ലാനും കൂടിയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. അങ്ങനെ പിരിഞ്ഞു പോകുന്നവർ പിന്നീട് മടങ്ങി വരുന്നുമുണ്ട്. ഇപ്പോൾ അവരുടെ സൈന്യത്തിൻ്റെ എണ്ണം കുറേ കൂടെ വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതലായിട്ട് സൈന്യത്തെ അവിടെ അബൂബക്കർ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 20,000-ഓളം വരുന്ന സൈന്യമാണ് ഖാലിദിൻ്റെ കീഴിലുള്ളത്. ഡമാക്കസിലേക്ക് പുറപ്പെട്ട അവർക്ക് ഒരു തിരിച്ചടി ഏൽക്കുന്നത് യാർമുഖ് നദിയുടെ തീരത്തുള്ള യക്കൂസ എന്ന ഒരു പ്രദേശത്ത് വെച്ചാണ്. അവിടെ റോമാക്കാരുടെ ഒരു എതിർപ്പ് അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. റോമൻ സൈന്യം അവരെ ചെറുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ചാവേർപ്പടയായിരുന്നു. വളരെ ദുർബലമായിട്ടുള്ള കുറച്ചു പേർ മാത്രം ഉണ്ടായിരുന്ന ഒരു സൈന്യമായിരുന്നു. അവർക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു തങ്ങൾക്ക് അധികം ആയുസില്ല, തങ്ങൾ ഈ യുദ്ധത്തിൽ തോൽക്കുമെന്ന്. പക്ഷേ അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ മുസ്ലിം പടയെ ഒന്ന് സ്ലോ ആക്കുക എന്നതായിരുന്നു. അതിലൂടെ കൂടുതൽ സൈന്യത്തിന് ഡമാക്കസിൽ എത്തിച്ചേരാൻ സാധിക്കുമല്ലോ. അങ്ങനെ ഒരു റെസിസ്റ്റൻസ് അവർക്ക് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അവരെ തോൽപ്പിച്ച് അവരെയെല്ലാം കൊന്നതിന് ശേഷം ഖാലിദിൻ്റെ സൈന്യം പിന്നെയും മുന്നിലേക്ക് പോവുകയാണ്. അങ്ങനെ മുന്നിലേക്ക് പോയി കുറച്ചുകൂടെ കഴിയുമ്പോൾ അവർക്ക് മറ്റൊരു വലിയ സൈന്യത്തെ ഏറ്റുമുട്ടേണ്ടി വരികയാണ്. മാർജ് ഉസ് സഫർ എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. അവിടെ വെച്ച് 12,000-ഓളം വരുന്ന റോമൻ പടയാളികളുമായിട്ടാണ് അവർക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ആ യുദ്ധത്തിൽ ഖാലിദിൻ്റെ സൈന്യത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു എങ്കിൽ പോലും അവർക്ക് അവരെ പരാജയപ്പെടുത്താനായിട്ട് സാധ്യമായി. അങ്ങനെ റോമാക്കാരെ പരാജയപ്പെടുത്തി ഡമാക്കസിലേക്ക് കുതിക്കുകയാണ്. ഈ ഒരു പ്രദേശം കൂടി കീഴ്പ്പെടുത്തിയതോടുകൂടി ഡമാക്കസിന് മുൻപിൽ അവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഡമാക്കസ് തൊട്ട് മുൻപിലായിട്ട് കിടക്കുകയാണ്. പക്ഷേ ഡമാക്കസിന് ചുറ്റുമായിട്ട് ഒരു വലിയ കോട്ടമതിലുണ്ട്. ആ കോട്ടമതിൽ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കുക വളരെ പ്രയാസമാണ്. കാരണം അവിടെയെല്ലാം ധാരാളമായിട്ട് അമ്പെയ്ത്തുകാരുണ്ട്. അവരവിടെ നിന്ന് അമ്പുകൾ തൊടുത്തു വിടുന്നതാണ്. കോട്ടമതിലിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അവരെ അമ്പെയ്ത് വീഴ്ത്താൻ വളരെ പ്രയാസമാണ്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് അമ്പെയ്യാൻ വളരെയധികം എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ആ സൈന്യത്തിൻ്റെ ആ ആർച്ചിലറിയുടെ അമ്പെയ്യുന്ന റേഞ്ചിന് വെളിയിലായിട്ടാണ് ഖാലിദിൻ്റെ സൈന്യം ഇപ്പോൾ നിലയുറപ്പിച്ച് നിൽക്കുന്നത്. ഖാലിദ് ഡമാക്കസിൻ്റെ ആ കോട്ടമതിലിനെ ഒറ്റയടിക്കൊന്ന് നോക്കി വിലയിരുത്തി. തൻ്റെ സൈന്യത്തിന് പൂർണ്ണമായിട്ടും അതിനെ എൻസർക്കിൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. 20,000-ഓളം വരുന്ന പടയുണ്ട്. പക്ഷേ 20,000-ഓളം വരുന്ന പട നിരന്നു നിന്നാലും പൂർണ്ണമായിട്ടുള്ള ഒരു സർക്കിൾ അവിടെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല.
അതുകൊണ്ട് മറ്റൊരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ കവാടത്തിന് ഒരു ഗേറ്റ് അല്ല, ഒന്നിലധികം ഗേറ്റുകളുണ്ട്. ഓരോ ഗേറ്റിലേക്കും എത്തിച്ചേരുന്ന പാതകളുണ്ട്, മൺപാതകൾ. ആ മൺപാതകളിൽ ഓരോ സൈന്യത്തെ എത്തിക്കുക. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് സബ് കമാൻഡേഴ്സ് ഉണ്ട്. ആ ഓരോ സബ് കമാൻഡേഴ്സിനെയും ഈ മൺപാതകളിൽ എത്തിക്കുക. ഡമാസ്കസ് വളരെ ഡെൻസിറ്റി കൂടിയ ഒരു പട്ടണമാണ്. അവിടെ കാര്യമായിട്ട് കൃഷിയൊന്നും നടക്കുന്നില്ല. ആളുകൾ അവിടെ കൂട്ടമായിട്ട് താമസിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വലിയ പൊസിഷൻ അലങ്കരിക്കുന്ന ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അവിടേക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് ഈ മൺപാതകളിലൂടെയാണ്. ഭക്ഷണ സാധനങ്ങളും ജലവും ഒന്നും ഡമാസ്കസിൽ എത്തിച്ചേരുന്നില്ലെങ്കിൽ അവർ പട്ടിണി കടന്ന് മരണമടയുന്നതാണ്, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുൻപ് അവർ കീഴടങ്ങുന്നതാണ്. അവരുടെ ക്രിസ്ത്യൻ മതം ഉപേക്ഷിച്ച് അവർ ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ ജസിയ എന്ന ടാക്സ് കൊടുത്ത് അവരുടെ ജീവൻ നിലനിർത്താനായിട്ട് അവർ ശ്രമിക്കുന്നതാണ്. ഇതുതന്നെയാണ് ഖാലിദിൻ്റെയും ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ പല സബ് കമാൻഡേഴ്സിനെ ഉപയോഗിച്ച് ഓരോ മൺപാതകളിലും ഓരോ സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയാണ്. ഇവിടെ കാവലറി അല്ലെങ്കിൽ കുതിരപ്പടയ്ക്ക് വലിയ റോളൊന്നുമില്ല. സാധാരണഗതിയിലുള്ള കാലാൾപ്പട മാത്രം മതി, അതുതന്നെ ധാരാളമാണ്. പക്ഷേ കുതിരപ്പടയെ ഉപയോഗിച്ച് സന്ദേശം ഓരോ സ്റ്റേഷനുകളിലും എത്തിക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ഖാലിദ് തൻ്റെ പക്കലുണ്ടായിരുന്ന കുറച്ച് കുതിരപ്പടയെ വിവിധ ഡയറക്ഷനിലേക്ക് വിടുകയുണ്ടായി. പരിസരത്തുള്ള പ്രദേശങ്ങളെക്കുറിച്ച് പഠിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് അദ്ദേഹത്തിന് അവിടെയുള്ള ഈഗിൾ പാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈഗിൾ പാസിലൂടെ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ ആൻറ്റിയോക്ക്, അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ തുടങ്ങിയ തുർക്കിയിലെ നഗരങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും. അതായത് അവിടെയാണ് ചക്രവർത്തിയും മറ്റ് സൈന്യവും ഉള്ളത്. അവർക്ക് വേണമെങ്കിൽ ഡമാസ്കസിനെ സംരക്ഷിക്കാനായിട്ട് ഒരു സൈന്യത്തെ ഈഗിൾ പാസിലൂടെ ഇങ്ങോട്ട് വിടാൻ സാധിക്കുന്നതാണ്. ഖാലിദിൻ്റെ ചിന്ത ശരി തന്നെയായിരുന്നു. ഹെറാക്ലിയസ് ഒരു സൈന്യത്തെ 12,000-ഓളം വരുന്ന ഒരു സൈന്യത്തെ ഈഗിൾ പാസിൻ്റെ നേർക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഖാലിദ് ഈ രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു കാവലറി പടയെ അവിടേക്ക് അയക്കുകയാണ്, ഈഗിൾ പാസിൻ്റെ മുൻപിലായിട്ട് നിലയുറപ്പിക്കാനായിട്ട്. ഈഗിൾ പാസിൻ്റെ കവാടം എന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ ഇടനാഴിയാണ്. അവിടെ ഒരു വലിയ കുതിരപ്പടയെ എത്തിച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. മൊത്തം 20,000-ഓളം വരുന്ന പടയാണ് ഖാലിദിനുള്ളത്. അതിൽ 16,000 പട കാലാൾപ്പടയാണ്, അവശേഷിക്കുന്ന 4,000 പടയാണ് കുതിരപ്പട. അതിലൊരു 100 പടയെ മാത്രം, 100 കുതിരപ്പടയെ മാത്രം അദ്ദേഹം ഈ ഈഗിൾ പാസിൻ്റെ കവാടത്തിലേക്ക് അയക്കുകയാണ്. കവാടം എന്ന് പറയുമ്പോൾ അത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള കവാടമല്ല, പ്രകൃതിദത്ത ഉണ്ടായ ഒരു കവാടമാണ്. 2 മലകളുടെ ഇടയിലുള്ള ഒരു പ്രദേശമാണ്. 100 സൈന്യം അവിടെ പോയി നിൽക്കും. അവിടെ നിന്ന് കുറേയധികം മാറി റിസർവായിട്ട് ബാക്കി അവശേഷിക്കുന്ന കുതിരപ്പടയും ഉണ്ടായിരിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ചൂതാട്ടം തന്നെയാണ്. ഈ ഡമാസ്കസിന് സ്വന്തമായിട്ട് ഒരു പടയുണ്ട്. ആ പടയെ നിയന്ത്രിക്കുന്നത് തോമസ് എന്ന ഒരു ജനറലാണ്. കുതിരപ്പട ഇവിടെ നിന്നും പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞാൽ തോമസിന് വേണമെങ്കിൽ വെളിയിലിറങ്ങി വന്ന് വെളിയിലുള്ള കാലാൾപ്പടയെ ആക്രമിക്കാൻ സാധിക്കുന്നതാണ്. തോമസിൻ്റെ പക്കലും കുതിരപ്പടയുണ്ട്. കുതിരപ്പട ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ കാലാൾപ്പടയുടെ അരികിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. പെട്ടെന്ന് തന്നെ അവരെ കൊല്ലാനും സാധ്യമാകുന്നതാണ്. തോമസ് ആ രീതിയിൽ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഖാലിദ് പെട്ടുപോയേനെ. പക്ഷേ തോമസ് അത്ര ബുദ്ധിമാനായിട്ടുള്ള ഒരു ജനറലൊന്നും ആയിരുന്നില്ല. അല്പം ഭീരു കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അദ്ദേഹം യുദ്ധം ചെയ്യാനായിട്ട് മുതിരുന്നില്ല. ഖാലിദിൻ്റെ ചിന്താഗതി കൃത്യമായിരുന്നു. ഈഗിൾ പാസിലൂടെ അധികം വൈകാതെ 12,000-ഓളം വരുന്ന റോമൻ പട കടന്നു വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന 100-ഓളം വരുന്ന കുതിരപ്പടയെ, മുസ്ലിംസിൻ്റെ കുതിരപ്പടയെ കീഴ്പ്പെടുത്താൻ ഇവർക്ക് സാധ്യമായി. കുറേയധികം പേർ മരണമടഞ്ഞു. ബാക്കിയുള്ളവർ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. റിസർവായിട്ട് മാറ്റിവെച്ചിരുന്ന കുതിരപ്പട ആ യുദ്ധമകത്തേക്ക് കുതിക്കുകയാണ്. അവിടെ പിന്നീട് ശക്തമായിട്ടുള്ളൊരു യുദ്ധം തന്നെയാണ് നടന്നത്. ആ യുദ്ധത്തിൽ ഖാലിദും നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ തന്നെയും തോമസ് തൻ്റെ പടയുമായിട്ട് ആ കോട്ടയുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇപ്പോൾ വന്ന് അവിടെ ഉണ്ടായിരുന്ന ഇൻഫൻട്രിയെ, കാലാൾപ്പടയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ചരിത്രകാരന്മാർ സംശയിക്കുന്നത് എന്തുകൊണ്ടാണ് തോമസ് അങ്ങനെ ചെയ്യാതെ പോയതെന്നാണ്. മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഭയം കാരണമായിരിക്കാം, ആക്രമിക്കേണ്ട എന്നുള്ള ഒരു തോന്നൽ കാരണമായിരിക്കാം. റോമക്കാർ അയച്ചു തന്നിരിക്കുന്ന ആ വലിയ പടയ്ക്ക് ഈ ഖാലിദിൻ്റെ പടയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്ത കാരണമായിരിക്കാം. എന്നാൽ അതിന് അദ്ദേഹത്തിന് പിന്നീട് വലിയ വില തന്നെയാണ് കൊടുക്കേണ്ടി വന്നത്. ഖാലിദിൻ്റെ സൈന്യത്തിന് ആ 12,000-ഓളം വരുന്ന റോമക്കാരെ കീഴ്പ്പെടുത്താൻ സാധ്യമായി. അതിനുശേഷം അവർ അവിടെ നിന്നും പൂർണ്ണമായിട്ട്
ഈ ഡമാക്കസിൻ്റെ കോട്ടമതിലിന് ചുറ്റുമായിട്ട് നിലയുറക്കുകയാണ്. തോമസ് ഈ ഘട്ടത്തിൽ മാത്രമാണ് ഒരു ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. എവിടെ ആദ്യം ആക്രമിക്കണം? ചുറ്റുമുള്ള ഗേറ്റുകളിലൂടെയൊക്കെ അദ്ദേഹം പരതി. അപ്പോഴാണ് തോമസ് ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് നിലയുറപ്പിക്കുന്ന സൈന്യം എണ്ണത്തിൽ കുറവാണെന്ന് മനസ്സിലാക്കുന്നത്. 5000-ഓളം വരുന്ന ഒരു സൈന്യം മാത്രമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ആദ്യം അവിടെ ആക്രമിക്കാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആക്രമിക്കണം. കാരണം ഇങ്ങനൊരു ആക്രമണം നടന്നതായിട്ട് മറ്റ് പ്രദേശങ്ങളിലുള്ള മറ്റ് സ്റ്റേഷനുകളിലുള്ള സൈന്യം അറിയുകയാണെങ്കിൽ അവർ പല ദിക്കുകളിലൂടെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊഴിവാക്കണം. അതുകൊണ്ട് തന്നെ വളരെ വേഗതയിൽ യുദ്ധം ആരംഭിക്കുകയാണ്. ആദ്യം അവർ അമ്പെയ്ത്തുകാരെയാണ് ഉപയോഗിക്കുന്നത്. അമ്പെയ്ത്തുകാരെ കൊണ്ട് ആ 5000-ഓളം വരുന്ന സൈന്യത്തെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവർ ആ അമ്പെയ്ത്തിൻ്റെ റേഞ്ചിനും വെളിയിലായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ അവിടെയുള്ള മുസ്ലിംസിനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലായിരുന്നു ആ അമ്പെയ്ത്ത്. അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിംസ് തിരിച്ച് ഇവരെയും അമ്പെയ്യാൻ തുടങ്ങി. അതിൽ കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഇത് തോമസിൻ്റെ ഒരു ട്രിക്കായിരുന്നു. ഇങ്ങനെ മുസ്ലിംസിൻ്റെ ശ്രദ്ധ മാറ്റിയിട്ട് അവിടേക്ക് ഒരു പടയുമായിട്ട് പോവുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൈന്യവുമായിട്ട് അവിടെ എത്തിച്ചേരുകയും യുദ്ധം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ആ യുദ്ധത്തിൽ തോമസിൻ്റെ സൈന്യത്തിന് തന്നെയായിരുന്നു മുൻതൂക്കം. കാരണം എണ്ണത്തിൽ വളരെ കൂടുതൽ തോമസിൻ്റെ സൈന്യമായിരുന്നു. അവിടെ ഉള്ളത് 5000-ഓളം വരുന്ന ഒരു ചെറു സൈന്യം മാത്രമായിരുന്നു. അവരെ കീഴ്പ്പെടുത്തുമെന്നുള്ളൊരു ഘട്ടം വരെ എത്തിയിരുന്നു. പക്ഷേ അതിനിടയിൽ തോമസിന് സാരമായിട്ടുള്ളൊരു പരിക്കേൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെടുകയാണ്. ഭയം കൊണ്ടും വേദന കൊണ്ടും അദ്ദേഹം പൂർണ്ണമായിട്ടും തൻ്റെ സൈന്യത്തെ അവിടെ നിന്നും പിൻവലിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം അവിടെ നിന്ന് മാറുകയോ അല്ലെങ്കിൽ കുറച്ച് മാത്രം സൈന്യത്തെ ഉപയോഗിച്ച് തിരികെ മടങ്ങിപ്പോവുകയോ ചെയ്യാമായിരുന്നു. അവശേഷിച്ച സൈന്യത്തെ അവിടെ യുദ്ധമുഖത്ത് തന്നെ നിലയുറപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചരിത്രത്തിൻ്റെ മുഖം തന്നെ മാറിപ്പോയേനെ. പക്ഷേ തോമസ് പൂർണ്ണമായിട്ടും അവിടെയുള്ള സൈന്യത്തെയെല്ലാം മടക്കി ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോവുകയാണ്. അന്ന് രാത്രിയിൽ തോമസും മറ്റ് കമാൻഡർമാരും വലിയ ചർച്ചകൾ തന്നെയാണ്. ഇനി അടുത്ത പദ്ധതി എന്താണ്? എവിടെയാണ് ഇനി ആക്രമിക്കേണ്ടത്? തോമസിൻ്റെ ആദ്യത്തെ പദ്ധതി തന്നെയായിരുന്നു ശരി. ഒരു ചെറിയ വിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് അവരെ ആദ്യം കീഴ്പ്പെടുത്തുക, അവരെ തുടച്ചു നീക്കിയതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോവുക. പക്ഷേ ആ രീതിയിൽ പോകാതെ അദ്ദേഹം തൻ്റെ മൊത്തത്തിലുള്ള സൈന്യത്തെ പല ഡിവിഷനുകളായിട്ട് തരംതിരിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ യുദ്ധം ആരംഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സൈന്യം നിൽക്കുന്നത് ഈസ്റ്റ് ഗേറ്റിൻ്റെ ഭാഗത്താണ്. ഖാലിദ് ഉൾപ്പെടെയുള്ള വലിയൊരു സൈന്യമാണ് അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതലായിട്ട് സൈന്യത്തെ അയക്കാൻ തോമസ് തീരുമാനിക്കുകയാണ്. തോമസ് നേരിട്ട് ആ ഒരു പ്രദേശത്തേക്ക് തന്നെ പോകുന്നുമുണ്ട്. ബാക്കി അവശേഷിക്കുന്ന ചില ഗേറ്റുകളുണ്ട്. കഴിഞ്ഞ ദിവസം യുദ്ധം നടന്നിട്ടുള്ള ഗേറ്റുണ്ട്, തോമസ് ഗേറ്റ്. തോമസ് ഗേറ്റിലൂടെ ഒരു ചെറിയ സൈന്യത്തെ മാത്രമാണ് അയക്കുന്നത്. കാരണം അവിടെയുള്ള സൈന്യം ഓൾറെഡി ഒരു യുദ്ധം അഭിമുഖീകരിച്ചതാണ്. കൂടാതെ അവരുടെ എണ്ണത്തിലും വളരെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ള ധാരണയിൽ ചെറിയൊരു സൈന്യത്തെയാണ് അവിടേക്ക് അയക്കുന്നത്. പിന്നെയുള്ളത് സ്മോൾ ഗേറ്റും ജാബിയ ഗേറ്റുമാണ്. സ്മോൾ ഗേറ്റിലേക്കും ജാബിയ ഗേറ്റിലേക്കും വളരെ കുറഞ്ഞ ഒരു സൈന്യത്തെ മാത്രമാണ് അയക്കുന്നത്. ഈ ഒരു യുദ്ധം അവർ ചെയ്തില്ലെങ്കിൽ അവർ പട്ടിണി കിടന്ന് മരണമടയുന്നതാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് അവരുടെ കോട്ടയ്ക്കുള്ളിലേക്ക് ഭക്ഷണം എത്തിച്ചേർന്നിട്ടില്ല. ആ ഭക്ഷണമൊക്കെ തന്നെയും ഈ മുസ്ലിം സൈന്യം കവർന്നെടുത്തിരിക്കുകയാണ്. മുസ്ലിം സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭ്യമാകുന്നുണ്ട്. കാരണം ആ കോട്ടയിലേക്ക് ഡമാക്കസിലേക്ക് എത്തിച്ചേരുന്ന ട്രേഡിംഗ് കാർട്ടുകളൊക്കെ തന്നെയും ഇവർ കവർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും സമയം കളയാതെ തോമസ് യുദ്ധത്തിന് മുതിരുന്നത്. ജാബിയ ഗേറ്റിൻ്റെ ഭാഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് മുസ്ലിംസിൻ്റെ അബു ഉബൈദ എന്നു പേരുള്ള ഒരു സബ് കമാൻഡറാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം അദ്ദേഹത്തിൻ്റെ സൈന്യവുമുണ്ട്. അവിടേക്ക് പുറപ്പെട്ട തോമസിൻ്റെ സൈന്യം, ആ തോമസിൻ്റെ സൈന്യത്തിന് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കുറച്ച് പേർ മാത്രമാണ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. അവർ ഓടി കോട്ടയ്ക്കുള്ളിലേക്ക് തന്നെ പ്രവേശിക്കുകയായിരുന്നു. സ്മോൾ ഗേറ്റിൽ സംഭവിച്ചതും മറ്റൊന്നായിരുന്നില്ല. അവിടെയും കനത്ത പരാജയം തോമസിൻ്റെ സൈന്യത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഈസ്റ്റേൺ ഗേറ്റിലാണ് ഖാലിദ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഖാലിദ് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. റിസർവായിട്ട് ഒരു കാവലറി പടയെ അദ്ദേഹം മാറ്റി നിർത്തിയിട്ടുണ്ട്. ശക്തമായിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. കാരണം തോമസിൻ്റെ പ്രധാനപ്പെട്ട സൈന്യാംഗങ്ങളൊക്കെ തന്നെയും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒറ്റക്കണ്ണനായി മാറിയിരിക്കുന്ന തോമസും ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവിടെയും അവർക്ക് രക്ഷയില്ലായിരുന്നു. ഖാലിദിൻ്റെ റിസർവ് പട കൃത്യമായിട്ടും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ആ യുദ്ധം എങ്ങനെയാണ് നടക്കുന്നതെന്ന്.
എവിടെയാണ് വീക്ക്നെസ് ഉള്ളതെന്ന് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ വീക്ക്നെസ് ഉള്ള പോയിന്റിലേക്ക് അവർ ആക്രമിച്ച് ആ പ്രദേശത്തുള്ള പടയാളികളെ കൊല്ലാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് തോമസിൻ്റെ അവശേഷിക്കുന്ന പടയാളികളും. അവശേഷിക്കുന്ന ഗേറ്റായ തോമസ് ഗേറ്റിൻ്റെ ഭാഗത്ത് നടന്ന യുദ്ധത്തിൽ തോമസിന് വലിയ പ്രതീക്ഷ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം അവിടെയുള്ള മുസ്ലിംസ് എണ്ണത്തിൽ കുറവാണ്. കഴിഞ്ഞ ദിവസം നടന്ന യുദ്ധത്തിൽ പോലും തോമസിൻ്റെ സൈന്യത്തിനായിരുന്നു മുൻതൂക്കം. അന്ന് പിന്മാറിയില്ലായിരുന്നെങ്കിൽ അവരെ പൂർണ്ണമായിട്ടും തോൽപ്പിക്കാൻ പോലും സാധ്യമായേനെ. എന്നാൽ തോമസിൻ്റെ കണക്കുകൂട്ടലുകൾ അവിടെയും തെറ്റുകയാണ്. അവിടെയുള്ള സൈന്യത്തെ കീഴ്പ്പെടുത്താനും തോമസിൻ്റെ ആളുകൾക്ക് സാധ്യമാകുന്നില്ല. അവരും ഉള്ളിലേക്ക് മടങ്ങി വരികയാണ്. തോമസിൻ്റെ എല്ലാ സൈന്യവും അവിടെ നിന്ന് വെളിയിലേക്ക് പോയിരുന്നില്ല. കുറേ പേരൊക്കെ ഈ ഗേറ്റിൻ്റെ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും യുദ്ധമുഖത്തേക്ക് പോവുകയാണെങ്കിൽ മുസ്ലിംസിന് പെട്ടെന്ന് ഈ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറാൻ സാധിക്കുന്നതാണ്. അവിടെ പടയാളികളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടേക്ക് കുതിച്ചുയരുന്ന മുസ്ലിംസിനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ളൊരു സ്ട്രെങ്തിലല്ല തോമസ് ഈ ഘട്ടത്തിൽ യുദ്ധം നടത്തുന്നത്. അങ്ങനെ തോമസിൻ്റെ എല്ലാ സൈന്യവും എല്ലാ ഗേറ്റിൻ്റെ ഭാഗത്തും പരാജയപ്പെട്ട് മടങ്ങി അവരുടെ കോട്ടയുടെ ഉള്ളിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ വലിയ യുദ്ധമൊന്നുമില്ലാതെ കടന്നുപോയി. പക്ഷേ ഡമാക്കസിന് ഒരു രക്ഷയുമില്ല. അവർക്ക് ഭക്ഷണമില്ല, ജലമില്ല, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സൈന്യവും സാധാരണ ജനങ്ങളും. അങ്ങനെ ഇരിക്കുകയാണ് അവർക്ക് മതപരമായിട്ടുള്ള ഒരു ദിവസം എത്തിച്ചേർന്നത്. ആ ദിവസം എല്ലാ സൈനികരും അവർ ആ സിറ്റിയുടെ സെൻട്രൽ ഭാഗത്ത് എത്തിച്ചേരാനായിട്ടുള്ള ഓർഡർ തോമസ് കൊടുക്കുകയാണ്. മതപരമായിട്ടുള്ള ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. അതിനു പുറമെ അവർക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണമായിരുന്നു. കീഴടങ്ങുന്നതിനെക്കുറിച്ച് പോലും തോമസ് ഈ ഘട്ടത്തിൽ ചിന്തിക്കുന്നുണ്ട്. ജസിയ ടാക്സ് കൊടുത്ത് പൂർണ്ണമായിട്ടും ഈ സൈന്യത്തെ ഇവിടെ നിന്നും പിൻവലിക്കാമെന്ന് അവർ ചിന്തിക്കുകയാണ്. എന്തായാലും ഇത്തരത്തിൽ സൈനികരെ അവർ ആ കോട്ടയുടെ മധ്യഭാഗത്തേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ വലിയൊരു ചതി സംഭവിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരു ഗ്രീക്കുകാരനുണ്ടായിരുന്നു. ജോന ദ ലവർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഒറ്റുകൊടുക്കുകയാണ് സ്വന്തം രാജ്യത്തെ, ദമാക്കസ് പട്ടണത്തെ. ഇങ്ങനെ ആളുകൾ അവിടെ നിന്നും വിട്ടുപോകുന്ന കാര്യം അദ്ദേഹം രഹസ്യമായിട്ട് ഖാലിദിനെ അറിയിക്കുകയാണ്. രാത്രിയാകുമ്പോൾ സൈനികരാരും ഗേറ്റിൻ്റെ അവിടെ ഉണ്ടാവുകയില്ല. എല്ലാവരും സിറ്റിയുടെ സെൻറ്ററിലേക്ക് പോവുകയാണ്. ഖാലിദ് ആദ്യം ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. നീ എന്തിനാണ് നിൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നത്? നിൻ്റെ പട്ടണത്തെ ഒറ്റുകൊടുക്കുന്നത് എന്തിനാണ്? ജനയ്ക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനുണ്ടായിരുന്നു. എൻ്റെ വിവാഹം ഇപ്പോൾ നടക്കേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങളിങ്ങനെ തമ്പടിച്ചിരിക്കുന്നതിനാൽ വിവാഹം നടക്കുന്നില്ല. വധുവും കൂട്ടരും ഇവിടെ എത്തിച്ചേരേണ്ടതായിരുന്നു, പക്ഷേ നിങ്ങളെ ഓർത്ത് അവർ ഇവിടേക്ക് എത്തുന്നില്ല. മാത്രമല്ല, എനിക്ക് ക്രിസ്ത്യൻ മതത്തേക്കാൾ കൂടുതൽ താല്പര്യം ഇസ്ലാം മതത്തോടാണ്. നിങ്ങളുടെ മതം സ്വീകരിക്കാൻ ഞാൻ തയ്യാറുമാണ്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം വിജയിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. ഖാലിദിന് ഇപ്പോൾ ഏതാണ്ടൊരു വിശ്വാസമായി. അതുകൊണ്ട് തന്നെ അന്ന് രാത്രിയിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഖാലിദ് തീരുമാനമെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാവലറി കുതിരപ്പടയെ പല ദിക്കിലേക്ക് അയക്കുകയാണ്. കുറച്ച് ഏണികൾ വേണം. അതിനു പുറമെ ഏണികൾ വെച്ച് കെട്ടാനായിട്ട് ബലമുള്ള കയറുകൾ വേണം. ഇതിനുവേണ്ടി പല ദിക്കിലേക്ക് കുതിരപ്പട പോയെങ്കിലും അവർക്ക് ഇതൊക്കെ ലഭ്യമായത് ഒരു സ്ഥലത്ത് നിന്നാണ്. അവിടെ ഒരു മൊണാസ്ട്രി ഉണ്ടായിരുന്നു. ആ മൊണാസ്ട്രിയിൽ നിന്നാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കയറും ഏണിയും ഒക്കെ ലഭ്യമായത്. രാത്രിയായി. അവിടെയുള്ള സൈനികരെല്ലാം അവിടെ നിന്നും മധ്യഭാഗത്തേക്ക് സെൻട്രലിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ഖാലിദ് തൻ്റെ സൈന്യത്തിന് ഓർഡർ കൊടുക്കുകയാണ്. പക്ഷേ ഈ വിവരം ഖാലിദ് നിൽക്കുന്ന ആ ഈസ്റ്റേൺ ഗേറ്റിലുള്ള സൈന്യം മാത്രമേ അറിയുന്നുള്ളൂ. മറ്റുള്ള സൈനികർ അവിടെ നിന്നൊക്കെ ദൂരെയാണ്, വളരെ ദൂരെയുള്ള പ്രദേശങ്ങളിലായിട്ടാണ്. കുതിരപ്പടയാളികളിലൂടെ മാത്രമേ സന്ദേശം അവിടേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഖാലിദ് ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള സന്ദേശമൊന്നും അവരിലേക്ക് എത്തിക്കുന്നില്ല. ഖാലിദിൻ്റെ ഒപ്പമുള്ള സൈന്യവും അവിടെ ഈ ലാഡറുകളുടെ സഹായത്താൽ മതിൽ കയറുകയാണ്. മതിൽ ചാടി അവർ അവിടെ നിലയുറപ്പിക്കുകയാണ്. സിറ്റി സെൻട്രലിൽ തോമസിൻ്റെ കീഴിൽ അവിടെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കീഴടങ്ങുക. പൂർണ്ണമായിട്ടും അങ്ങ് കീഴടങ്ങുകയല്ല, ഇവരുടെ മുൻപിൽ നമ്മൾ കീഴടങ്ങിയെന്ന് പറയുക. അതിനുശേഷം നമ്മുടെ സൈന്യത്തെ ഇവിടെ നിന്നും പിൻവലിക്കുക. ഇവിടെയുള്ള ആളുകൾ ഇവിടെ തന്നെ തുടരും. ഈ പ്രദേശം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഖാലിദിൻ്റെ ആളുകളായിരിക്കും. നമ്മുടെ സൈന്യം ഇവിടെ നിന്നും പിൻവാങ്ങി പോവുക. പക്ഷെ നമ്മൾ പോകേണ്ടത് എവിടെയെങ്കിലും ഒളിച്ചു താമസിക്കാൻ വേണ്ടിയല്ല.
എവിടെയെങ്കിലും രക്ഷപ്പെട്ട് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയല്ല നമ്മൾ മടങ്ങിപ്പോകുന്നത്. നമ്മുടെ ചക്രവർത്തിയുള്ള ഹെറാക്ലിയസ് ഉള്ള ആൻറ്റിയോക്കിലേക്കാണ്. അവിടെ പോയി ഒരു വലിയ സൈന്യമായിട്ട് മടങ്ങി വരുന്നതാണ്, ഇവരെ പൂർണ്ണമായിട്ടും നിലംപരിശാക്കുന്നതാണ്. ഈ ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ചില സൈനികരെ ഉപയോഗിച്ച് ഒരു സന്ദേശം ജാബിയ ഗേറ്റിലൂടെ അവിടെയുള്ള സൈന്യത്തിൽ എത്തിക്കുക. അതിനുശേഷം തന്ത്രങ്ങൾ നമുക്ക് പ്രയോഗിക്കാം. പക്ഷേ ഈ സമയമായപ്പോഴേക്കും അവരുടെ കോട്ടയ്ക്കുള്ളിൽ ഖാലിദിൻ്റെ വലിയൊരു സൈന്യം നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. ആ രാത്രിയിൽ തന്നെ അവിടെ യുദ്ധം ആരംഭിക്കുകയാണ്. ആയുധത്തിൽ പിടിച്ചു നിൽക്കാൻ തോമസിൻ്റെ സൈന്യത്തിന് സാധിക്കുമായിരുന്നില്ല. അടുത്ത ദിവസം നേരം പുലർന്നപ്പോഴേക്കും ഖാലിദിൻ്റെ സൈന്യത്തിന് ഡമാക്കസ് പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്താൻ സാധ്യമായി. ഡമാക്കസിൻ്റെ സിറ്റി സെൻട്രൽ വരെ എത്തിച്ചേരാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ജാബിയ ഗേറ്റിലൂടെ കുറച്ച് സൈന്യം അവിടെ ഉണ്ടായിരുന്ന അബു ഉബൈദയുടെ അരികിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ സറണ്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കത്ത് അബു ഉബൈദയ്ക്ക് കൈമാറുകയും ചെയ്തു. പിന്നീട് ഒരു കൂടിയാലോചനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സബ് കമാൻഡറും ഖാലിദും കൂടി സംസാരിക്കുകയാണ്. ഖാലിദ് പറയുന്നു, ഇതെങ്ങനെ ശരിയാകാനാണ്? നമ്മൾ ഈ പ്രദേശം പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ പ്രദേശമാണ്. അവർക്കവിടെ സറണ്ടർ ചെയ്യാനുള്ള അവകാശമില്ല. സറണ്ടർ ചെയ്യേണ്ടത് ഇതിനു മുമ്പായിരുന്നു. എത്രയോ ദിവസം നമ്മളിവിടെ കാത്തു കെട്ടി കിടന്നു. അപ്പോഴൊന്നും അവർക്ക് സറണ്ടർ ചെയ്യേണ്ടായിരുന്നു. നമ്മൾ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് അവർ സറണ്ടർ ചെയ്തത്. അതുകൊണ്ട് ഈ സറണ്ടർ അംഗീകരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ പടയാളികളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കേണ്ട ആവശ്യവുമില്ല. അവർ നമ്മുടെ അടിമകളായിട്ട് മാറുന്നതാണ്. അവരെ നമ്മൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അബു ഉബൈദയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ഈ സറണ്ടർ മാനിക്കേണ്ടതാണ്. ഇത് യുദ്ധ നിയമമാണ്. അവർ കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മളോട് തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇനി അവർക്ക് വേണ്ടത് ഇവിടെ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്. അവർ മറ്റെവിടെയെങ്കിലും പോയി താമസിക്കുന്നതാണ്. അവരെ നമ്മൾ അതിന് അനുവദിക്കേണ്ടതാണ്. ഈ നഗരവും ഇവിടെയുള്ള ആളുകളും ഇവിടെ തുടരും. അവർ നമ്മുടെ ഭാഗമായിട്ട് മാറുന്നതാണ്. മതം മാറേണ്ടവർക്ക് മതം മാറാം. അല്ലാതുള്ള ആളുകൾക്ക് ജസിയ കരം നൽകി ഇവിടെ സുഖമായിട്ട് ജീവിച്ചു പോകാം. അബു ഉബൈദയുടെ തീരുമാനത്തോട് യോജിച്ച് നിൽക്കുന്നതായിരുന്നു മറ്റുള്ള സബ് കമാൻഡേഴ്സിൻ്റെ തീരുമാനം. ഖാലിദ് അവിടെ ഒറ്റപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം സ്വീകരിക്കുകയാണ്. ആ സറണ്ടർ അംഗീകരിക്കുന്നു. 3 ദിവസത്തെ സമയമാണ് തോമസിനും കൂട്ടർക്കും കൊടുക്കുന്നത്. 3 ദിവസം അവിടെ ഒരു യുദ്ധവും നടക്കുന്നതല്ല. ആ 3 ദിവസം കൊണ്ട് അവർക്ക് അവിടെ നിന്നും മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ആൻറ്റിയോക്കിലേക്കോ കോൺസ്റ്റാന്റിനോപ്പിളിലേക്കോ പോകാൻ പാടില്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഇവർ വലിയ സൈന്യമായിട്ട് മടങ്ങി വരുമെന്ന് ഖാലിദിന് ഉറപ്പുണ്ടായിരുന്നു. തോമസിൻ്റെ സൈന്യം ഇത് അംഗീകരിച്ചു. അങ്ങനെ അവർ അവിടെ നിന്നും പലായനം ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. 3 ദിവസം സമയമുണ്ട്. 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷമാണ് അവർ പലായനത്തിന് തുടങ്ങുന്നത്. പക്ഷേ ഈ സമയം മദീനയിൽ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഖലീഫ മരണമടയുകയാണ്. അബൂബക്കർ ഇനിയില്ല. അടുത്ത ഖലീഫയായിട്ട് അധികാരത്തിൽ വരുന്നത് ഉമറാണ്. ഉമർ പെട്ടെന്ന് തന്നെ വലിയ രീതിയിലുള്ള ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയാണ്. അഡ്മിനിസ്ട്രേഷൻ പരമായിട്ടുള്ള മാറ്റങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. മിലിറ്ററി പരമായിട്ട് സൈനികപരമായിട്ടുള്ള മാറ്റങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഇവർക്ക് പഴയ ട്രൈബൽ സിസ്റ്റം തന്നെയായിരുന്നു മിലിറ്ററിയിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് ട്രൈബൽസ് ഉണ്ട്. ഓരോ ട്രൈബൽസിനും ഓരോ കമാൻഡേഴ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ട്രൈബൽ മിലിറ്ററി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെ സെൻട്രലൈസ്ഡ് ആക്കി മാറ്റുകയാണ്. ട്രൈബൽസിന് ആ ട്രൈബൽ ഗ്രൂപ്പിൽ തന്നെ തുടരാം. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു സെൻട്രൽ ആർമി ഉണ്ടായിരിക്കുന്നതാണ്. അവരുടെ കീഴിലാണ് ഈ ചെറിയ ആർമികളൊക്കെ വരുന്നത്. മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കൂടി അദ്ദേഹം എടുക്കുന്നുണ്ട്. കമാൻഡർ സ്ഥാനത്ത് നിന്ന് ഖാലിദിനെ നീക്കം ചെയ്യുകയാണ്. പകരം അബു ഉബൈദയെ ആ സ്ഥാനത്തേക്ക് എടുക്കുകയാണ്. അബു ഉബൈദ നിങ്ങൾക്ക് ഓർമ്മ കാണും, ജാബിയ ഗേറ്റിൻ്റെ സമീപത്തുണ്ടായിരുന്ന പടയാളികളുടെ നേതാവ്, അവരുടെ കമാൻഡർ ഈ അബു ആണ്. അബുവിൻ്റെ അരികിലേക്കാണ് സറണ്ടർ ചെയ്തുകൊണ്ടുള്ള മെസ്സഞ്ചർ എത്തിച്ചേർന്നത്. ഈ അബു ഉബൈദയ്ക്ക് സ്ഥാനം കൈമാറണം ഖാലിദ്. ഈ സന്ദേശം ഉമർ അധികാരത്തിലേറിയ ഉടൻ തന്നെ ഡമാക്കസിലേക്ക് അയക്കുന്നുണ്ട്. പക്ഷേ മദീനയിൽ നിന്നും നല്ല ദൂരമുണ്ട് ഈ ഡമാക്കസിലേക്ക്. അതുകൊണ്ട് തന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മെസ്സഞ്ചറിന് അവിടെ എത്താൻ സാധ്യമായത്. പക്ഷേ അതിനു മുൻപ് തന്നെ 5000-ഓളം വരുന്ന ഒരു കുതിരപ്പടയുമായിട്ട് ഒരു യാത്ര പുറപ്പെടുകയാണ് ഖാലിദ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനം ആൻറ്റിയോക്കാണ്. ആൻറ്റിയോക്ക് കൂടി കീഴ്പ്പെടുത്തി പൂർണ്ണമായിട്ടും റോമൻ പ്രദേശം കൈയടക്കുക. പക്ഷേ അവിടേക്ക് പുറപ്പെട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഖാലിദിന് ഒരു സന്ദേശം സ്കൗട്ടുകളുടെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നുണ്ട്.
തോമസ് ചതിച്ചിരിക്കുകയാണ്. 3 ദിവസത്തെ വിശ്രമത്തിന് ശേഷം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ 10,000-ഓളം വരുന്ന പടയാളികളും അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അത് കരാർ അനുസരിച്ച് തന്നെയുള്ള ഒരു പുറപ്പെടലായിരുന്നു. അങ്ങനെ പുറപ്പെടണം എന്നായിരുന്നു കരാറ്. പക്ഷേ കരാറിൽ നിന്നും വ്യത്യസ്തമായി അവർ പുറപ്പെട്ടിരിക്കുന്നത് ആൻറ്റിയോക്കിലേക്കാണ്. നമ്മുടെ പിന്നാലെ അവരുണ്ട്. പക്ഷെ നമ്മളിവിടെ ഉള്ള കാര്യം തോമസിന് അറിയുകയില്ല. അവർ ആൻറ്റിയോക്കിലേക്കാണ് പോകുന്നതെന്ന് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ സാധിക്കും. ഖാലിദിന് വലിയ ദേഷ്യം തന്നെയാണ് തോന്നിയത്. തൻ്റെ സബ് കമാൻഡേഴ്സ് പറഞ്ഞത് അനുസരിക്കേണ്ട ഒരു ആവശ്യവുമില്ലായിരുന്നു. തോമസിനെ അപ്പോൾ തന്നെ കൊന്നു കളയേണ്ടതായിരുന്നു. എന്തായാലും അതിന് വലിയൊരു വിലയൊന്നും കൊടുക്കേണ്ടി വന്നില്ല. അവർ അവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ആ സന്ദേശം തനിക്ക് ലഭ്യമായി. അതുകൊണ്ട് തന്നെ അവരെ വളയാനായിട്ട് ഖാലിദ് തീരുമാനിക്കുകയാണ്. അദ്ദേഹം സ്ഥിരം ഉപയോഗിക്കുന്ന സ്ട്രാറ്റജി തന്നെയാണ് ഇവിടെ പയറ്റുന്നത്. ഒരു ചെറിയ സൈന്യത്തെ ആദ്യം മുന്നിലേക്ക് വിടുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്കലുള്ളത് കാവലറി മാത്രമാണ്, കുതിരപ്പട മാത്രമാണ്. ആദ്യം അദ്ദേഹം ഒരു കുതിരപ്പടയെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അയക്കുകയാണ്. അങ്ങനെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നവർ ഈ തോമസിൻ്റെ പടയുടെ പിൻഭാഗത്തായിട്ട് എത്തിച്ചേരുന്നതാണ്. തോമസിൻ്റെ പട യാത്ര ചെയ്യുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ്. അവിടെയാണ് ആൻറ്റിയോക്ക് ഉള്ളത്. അപ്പോൾ അങ്ങനെ അവരുടെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തു നിന്നും ഒരു പട ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ്. തോമസിന് വലിയ രീതിയിലുള്ള പുച്ഛമാണ് ആ പടയോട് തോന്നിയത്. കാരണം തോമസിൻ്റെ പട 10,000-ഓളം ഉണ്ട്. എന്നാൽ വളരെ ചെറിയ ഒരു സൈന്യം, ഏതാണ്ട് 1000-ഓളം വരുന്ന ഒരു കുതിരപ്പട മാത്രമാണ് അവിടെ ഉള്ളത്. അത് പക്ഷേ ഖാലിദിൻ്റെ ഒരു ട്രിക്കായിരുന്നു. തോമസ് ഈ കുതിരപ്പടയെ ആക്രമിക്കുകയാണ്. കുതിരപ്പടയുടെ ആ ആക്രമണം സംഭവിക്കുന്ന വേളയിൽ കിഴക്ക് ഭാഗത്തു നിന്നും ഒരു സൈന്യം ഇവരെ വീണ്ടും ആക്രമിക്കുന്നു. അല്പം കൂടി കഴിഞ്ഞപ്പോൾ വടക്ക് ഭാഗത്തു നിന്നും മറ്റൊരു സൈന്യം കൂടി ഇവരെ ആക്രമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഖാലിദിൻ്റെ കീഴിലുള്ള അവശേഷിക്കുന്ന കാവലറി അല്ലെങ്കിൽ കുതിരപ്പട കിഴക്ക് ഭാഗത്തു നിന്നും ഇവരെ ആക്രമിക്കുകയാണ്. അങ്ങനെ 4 വശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിൽ യുദ്ധം നടക്കുകയാണ്. തോമസിൻ്റെ സൈന്യത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ സാധ്യമാകുന്നില്ല. തോമസിനെ ആ യുദ്ധത്തിൽ കൊല്ലുകയാണ്. പൂർണ്ണമായിട്ടും എല്ലാവരെയും കൊല്ലാൻ അവർക്ക് സാധ്യമായില്ല. കുറേ പേരൊക്കെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ആൻറ്റിയോക്കിലുള്ള ഹെറാക്ലിയസിന് സന്ദേശം എത്തിച്ചു കൊടുക്കുകയാണ്. ദമാക്കസ് അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടേക്ക് പുറപ്പെട്ട തോമസിനെയും മറ്റ് സൈന്യ അംഗങ്ങളെയും അവർ കൊന്നിരിക്കുകയാണ്. ഹെറാക്ലിയസിന് തനിക്ക് ഏറ്റ വലിയ തിരിച്ചടിയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഈജിപ്റ്റ് എന്ന് പറയുന്ന തങ്ങളുടെ മറ്റൊരു പ്രദേശം, ആ പ്രദേശം ഇപ്പോൾ ഐസൊലേറ്റഡാണ്, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്ത് വില കൊടുത്തും ഈ സിറിയയെ വീണ്ടും പിടിച്ചടക്കണം, ദമാക്കസ് തിരിച്ചു പിടിക്കണം. അല്ലെങ്കിൽ ഈ രാജ്യം തന്നെ, ഈ സാമ്രാജ്യം തന്നെ നശിച്ചു പോകുന്നതാണ്. തോമസിനെയും കൂട്ടരെയും പരാജയപ്പെടുത്തിയതിന് ശേഷം ഖാലിദിൻ്റെ സൈന്യം ആൻറ്റിയോക്കിലേക്ക് പോകുന്നില്ല. കാരണം അവർ ഒരു വലിയ യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. യുദ്ധത്തിൽ അവർ വിജയിച്ചു, പക്ഷേ വളരെയധികം ക്ഷീണിതരാണ്. വിശ്രമം അത്യാവശ്യമാണ്. വിശ്രമത്തിന് ശേഷം മാത്രം ആൻറ്റിയോക്കിലേക്ക് പോകുന്നതാണ് ബുദ്ധി. അല്ലെങ്കിൽ കനത്ത വില കൊടുക്കേണ്ടി വരും. ഖാലിദും സൈന്യവും ഡമാക്കസിലേക്ക് പിന്മാറുകയാണ്. പക്ഷേ അപ്പോഴേക്കും പുതിയ ഖലീഫയായ ഉമറിൻ്റെ സന്ദേശം അബു ഉബൈദയുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അബു ഉബൈദ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഡമാക്കസിൽ മടങ്ങി വരുന്ന ഖാലിദ് അപ്പോൾ മാത്രമാണ് തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം തിരിച്ചറിയുന്നത്. പക്ഷേ അതിനെതിരെ അദ്ദേഹം പ്രതികരിക്കുന്നില്ല. രാജാവിൻ്റെ അല്ലെങ്കിൽ ഖലീഫയുടെ ഉത്തരവ് അദ്ദേഹം 2 കൈയും നീട്ടി സ്വീകരിക്കുകയാണ്. ഇത് അറേബ്യൻ രാജവംശത്തിൻ്റെ പടയോട്ടത്തെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. കാരണം ഖാലിദിൽ നിന്നും തീർത്തും വ്യത്യസ്തനാണ് അബു വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഖാലിദ് വളരെ ചടുലമായിട്ട് നീക്കങ്ങൾ നടത്തുന്നതാണ്. കൂടാതെ ഉമറിനും ചില കാര്യങ്ങളിൽ കൃത്യതയുണ്ടായിരുന്നു. അബൂബക്കറിനെ പോലെയല്ല ഉമർ. ഓരോ നീക്കങ്ങളും താൻ അറിയണം. തൻ്റെ നിർദ്ദേശം കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കണം ഓരോ നീക്കങ്ങളും പടയാളികൾ നടത്താൻ. മദീനയിൽ നിന്നും ഈ ഡമാക്കസിലേക്ക് നല്ല ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സന്ദേശം അവിടെ കിട്ടാനും അവിടെ നിന്നൊരു മറുപടി മദീനയിൽ തിരിച്ചു പോകാനും ഒരുപാട് സമയമെടുക്കുന്നതാണ്. അത് ശരിക്കും ഈ സൈന്യത്തിൻ്റെ നീക്കങ്ങളെ ബാധിക്കുന്നുണ്ട്. അതിനു പുറമെ ഇൻഫോമേഴ്സിനെ അവിടെ നിയോഗിക്കുന്നുണ്ട്. അത് അബു ഉബൈദയ്ക്ക് കൃത്യമായിട്ട് അറിയാം. അബു ഉബൈദ ഖലീഫയുടെ ഉത്തരവിന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ നീക്കം നടത്തിയാൽ പോലും അത് ഈ ഇൻഫോമേഴ്സ് തിരിച്ചറിയുന്നതാണ്. അവരത് ചക്രവർത്തിയുടെ ഖലീഫയുടെ കാതിൽ എത്തിക്കുന്നതുമാണ്. അതുകൊണ്ട് അബു ഉബൈദ വളരെയധികം ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. തൻ്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായാൽ അധികം വൈകാതെ തന്നെ അത് ഉമറിൻ്റെ ചെവിയിൽ എത്തിച്ചേരും.
ഉമർ ആ സൈന്യത്തെ ഒന്ന് വിപുലീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പോൾ 20,000-ഓളം വരുന്ന ഒരു പടയാണുള്ളത്. അവസാനം നടന്ന യുദ്ധങ്ങളിൽ ചെറിയ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആ സൈന്യത്തിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം. അതിനുവേണ്ടി 12,000-ഓളം വരുന്ന ഒരു സൈന്യത്തെ അവിടേക്ക് അയക്കുകയാണ്. ഇപ്പോൾ 30,000-ഓളം വരുന്ന വലിയൊരു സൈന്യമാണ് അബു ഉബൈദയുടെ കീഴിലുള്ളത്. ഈ സൈന്യം ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്താൻ പോകുന്നത്? ഉമറിൻ്റെ കീഴിലുണ്ടായിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് അറബി നാടിനെ ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത്? അവരുടെ ഇനിയുള്ള പടയോട്ടങ്ങളിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ തരത്തിലുള്ള തിരിച്ചടികളായിരിക്കും അവർക്ക് നേരിടേണ്ടി വരിക? വളരെ വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം അടുത്ത എപ്പിസോഡിൽ.